ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫൈഹാസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ഹോൾഡറാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ്, കാർഡ്ബോർഡല്ല, ഒരു കട്ടിയുള്ളൊരു പേപ്പർ, ഇതുപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ കീ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇപ്പോൾ ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിൽ പെൻസിൽ കൊണ്ട് ഒന്ന് വരച്ചിട്ട് നമുക്കതൊന്ന് വെട്ടി മാറ്റണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടാം. അപ്പോൾ ഞാനിത് ഫുള്ളും വെട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചും പാടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ഒട്ടിക്കണം. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി ഷേപ്പാക്കാം. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒന്ന് വെട്ടി ഷേപ്പാക്കിയാൽ മതി. ഗായ്സ്, ഞാനിതിവിടെ മുഴുവനും വെട്ടി ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഗായ്സ്, കീൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ കീൻ്റെ സ്റ്റാൻഡൊന്നും ഉണ്ടാവില്ല, ഒരു കമ്പില്ല, അതൊന്നും നിങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ചിലവരടുത്ത് ഉണ്ടാവും. എൻ്റെ അടുത്തിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്ലൈഡ് വെച്ചിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടർത്തി കൊടുക്കും. എന്നിട്ട് കുറച്ച് അടർത്തിയാൽ മതി. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കും. അപ്പം അങ്ങനെയാണ്. വലുതായിട്ടൊന്നും അടർത്തൊന്നും വേണ്ട, ചെറിയൊരു എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ഒട്ടിക്കും. നമുക്കിത് ഒട്ടിക്കാം. തൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണങ്ങാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പോരും. എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടിക്കുമ്പോൾ ഉണങ്ങണം. അപ്പോൾ ഗൈസ്, ഇത് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ ഈ ഭിത്തിയിലല്ല, ഞാൻ TV സ്റ്റാൻഡിന്മേണ് തൊട്ടിച്ച് വെക്കണത്. അപ്പോൾ ഇങ്ങനെ ഇത് ഒട്ടിച്ച് വെക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതുപോലത്തെ ഒരു ഇരുമ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിവിടെ ഒട്ടിക്കണം. ഞാനിവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട്. ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിവിടെ ഒട്ടിക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു വലിയ ലവ് ചിഹ്നം വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെട്ടിയെടുത്ത ലവ് ചിഹ്നം ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് കൊണ്ട് തന്നെ ഒട്ടിക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് മുറിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പോൾ ഗായ്സ്, ഞാനതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കാന്താണ് കേട്ടോ. ഈ ഭാഗമാണ് ഇതിൻ്റെ കാന്തം. വലിയ കാന്തം എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ചെറുത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഈ ഒരു കാന്തം ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഈ കാന്തായതുകൊണ്ട് ചിലപ്പോൾ ഇത് ഒട്ടില്ലാന്ന് തോന്നുന്നതാണ്. നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒട്ടിച്ചതാണ്.
ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൽ ചാവി ഒന്ന് തൂക്കി നോക്കാം. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മുടെ കീ ഹോൾഡർ ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നോക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.